കഴിഞ്ഞ വർഷം പബ്ലിക് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്ത കേസുകളും മറ്റു നിയമ നടപടികളും അവലോകനം ചെയ്യുന്ന വാർഷിക യോഗത്തിലാണ് പബ്ലിക് പ്രോസിക്യൂഷൻ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി വ്യക്തമാക്കിയത്. ഒമാനിലെ ബിദിയയിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ ഉൾപ്പെടെ 5 അംഗ കുടുംബത്തെ കൊലപ്പെടുത്തി നാടുവിട്ട പ്രതിയെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന് വിചാരണ തുടങ്ങിയതായും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രതിയെ കൈമാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിവിശിഷ്ട ബന്ധത്തിന്റെ ഭാഗമാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ അൽ സവായ് അഭിപ്രായപ്പെട്ടു. 2019 ജൂലൈയിൽ നടന്ന കൊലപാതകത്തിലെ പ്രതി മുജീബുല്ല ഹനീഫയെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വിചാരണയ്ക്കായി ഒമാന് കൈമാറി. കുറ്റകൃത്യത്തിൽ പങ്കാളിയായ മറ്റ് 3 പ്രതികൾ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തൊഴിൽ നിയമലംഘനത്തിനും ചെക്ക് കേസുകൾക്കുമാണ്. സൈബർ കുറ്റകൃത്യങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരിൽ 45.39% പ്രവാസികളാണ്. മസ്കറ്റ് ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടന്നതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. 7 കൊലപാതക കേസുകളാണ് രാജ്യത്ത് 2023 ഉണ്ടായത്. 2022 ഇത് 13 എണ്ണമായിരുന്നു. 37,836 കേസുകളിലാണ് കഴിഞ്ഞ വർഷം പബ്ലിക് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.